എന്റെ ഉപ്പമാരെ SYS പ്രവർത്തിച്ചോ, എന്നാൽ നിങ്ങൾക്ക് അതിനൊരു പരിഹാരമുണ്ട്. ഖബറിലേക്ക് നിങ്ങൾ ഇവിടെ വെച്ച് മരണപ്പെട്ടാലോ, ഈ കെട്ടിങ്ങൽ എന്ന് പറയുന്ന യൂണിറ്റ് ആണെങ്കിലും അതിൽ നിന്നൊരാൾ മരിച്ചാലോ, സൗദി അറേബ്യയിൽ പോലും മയ്യത്ത് നിസ്കാരം SYS കീഴിൽ നടക്കുന്നുണ്ട്. എന്റെ ഉമ്മമാരോട് സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെയോ, നിങ്ങൾക്ക് SSF മെമ്പർഷിപ്പിന് അധികാരമില്ല, അത് നിങ്ങൾക്ക് അനുവദനീയവുമല്ല. പക്ഷേ നിങ്ങളെ കുഞ്ഞുമക്കളെ SSF ചേർത്തിക്കോ, SDS മെമ്പറാക്കിക്കോ. നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഉമ്മ മരണപ്പെട്ട് ഖബറിലേക്ക് വരുമ്പോ എല്ലാ യൂണിറ്റുകളിലേക്കും മെസ്സേജ് വരുന്നു, ഇന്നാലിന്റെ യൂണിറ്റിലെ ചെറുപ്പക്കാരന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, ജാഹിദിന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, ആ ഉമ്മാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണമെന്ന് പറയുമ്പോ കഅബാലയം നിലനിൽക്കുന്ന മക്കയിൽ വെച്ചുകൊണ്ട് നിസ്കാരം നടക്കണമെങ്കിൽ SSF അതിനുള്ള പരിഹാരം, അതല്ലാത്ത മറ്റൊരു സംഘടന കൊണ്ടും ഇങ്ങനത്തെ ഔദാര്യം നമുക്ക് കിട്ടാനില്ല. അല്ലാഹുവേ, ഞങ്ങളെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെയെല്ലാം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സകരായ പ്രവർത്തകരാക്കണേ അല്ലാ. എന്നിട്ട് അവരും അവരെ കൂട്ടുകാരും ഒരു ഹതം വന്നുകൊണ്ട് ഖുർആൻ ഓതുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണല്ലോ. ഞങ്ങളെ നീ ഹായിബാക്കരുത് അല്ലാ. ഓരോരോ മേഖലകളിലും ബസളത്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പയിൽ പോയാൽ ക്യാമ്പസുകളിൽ നടക്കുന്ന കൂത്താട്ടം എന്താണ്? ചില കുട്ടികൾ മദ്യത്തിന്റെ അടിമകളാണ്, മറ്റു ചില കുട്ടികൾ മയക്കുമരുന്നിന്റെ അടിമകളാണ്, മറ്റു ചില മക്കളാണെങ്കിലോ രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം കൊമ്പുകോർക്കുകയാണ്. ആ സമയത്ത് മദ്യപിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, രാഷ്ട്രീയത്തിൽ അമിതമായി ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ ദൂതരായിട്ട് വരുന്ന ഒരേ ഒരു സംഘടനയുണ്ടെങ്കിൽ അത് ഈ ചെറുപ്പക്കാർക്ക് അല്ലാഹു തആല കനിഞ്ഞേൽക്കിയ SSF മാത്രമാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിന്റെ മെമ്പർഷിപ്പ് വാങ്ങി ഞങ്ങളെ മക്കളെയും ഞങ്ങളെയും സന്തോഷിപ്പിക്കണേ അല്ലാ. ഇഖ്ലാസുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇഖ്ലാസും ഖുശൂഉം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. റബീഉൽ അവ്വലിന്റെ മാസങ്ങളില് ക്യാമ്പസുകളിൽ ബഹുമാനപ്പെട്ട പ്രവാചകരുടെ പ്രകീർത്തനങ്ങൾ ആലപിക്കുന്ന മക്കള്, മൗലീദ് മരച്ചുവട്ടിലിരുന്നു കൊണ്ട് ചൊല്ലുന്ന മക്കള്, അത് SSF മക്കളാണ്. പക്ഷേ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അല്ലാഹുവേ, മുഅ്മിനീങ്ങളെ തെറ്റിദ്ധാരണ മാറ്റി സുന്നത്തി ജമാഅത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ.